എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, എന്നാൽ ശരിയായ രീതിയിൽ ചെയ്യാൻ അറിയാത്ത ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. പ്രെയർ മാനിഫെസ്റ്റേഷൻ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം നമ്മൾ ദൈവത്തെ അറിയിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യവും നടന്നിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കും എല്ലാവരുടെയും മറുപടി. നമ്മൾ പലപ്പോഴും ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല? ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചതല്ലേ? ഞാൻ എത്രയൊക്കെ ദൈവത്തെ വിളിച്ചതല്ലേ? എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന നടക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഞാനിപ്പോഴും ദുരിതത്തിൽ കഴിയുന്നത് എന്നൊക്കെ നമ്മളിൽ പലരും പറയാറുണ്ട്, അല്ലേ? പക്ഷെ ശരിയായ രീതിയിലാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒരു സുഹൃത്തിനോട് നമ്മുടെ ഒരു ആവശ്യം പറയുമ്പോൾ ആ സുഹൃത്തിന് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ദൈവവും. നമ്മൾ പറയുന്ന കാര്യം, നമ്മുടെ ആവശ്യം, നമ്മുടെ ആഗ്രഹം, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം ദൈവത്തെ അറിയിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലാണോ നമ്മൾ ദൈവവുമായി അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ഇതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രെയർ മാനിഫെസ്റ്റേഷൻ എന്നത് വെറും സാധാരണ പ്രാർത്ഥനയല്ല. ഇത് നമ്മുടെ മനസ്സിലുണ്ടായ ആഗ്രഹങ്ങളെ ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സംഭാഷണത്തിലൂടെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അത്യന്തം വിശിഷ്ടമായ രീതിയാണ്. ഇവിടെ പ്രധാനമായ 3 ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം ക്ലിയർ ഇൻറ്റൻഷൻ. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സ്വപ്നം, നിങ്ങളുടെ ആവശ്യം എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ നിങ്ങളിലേക്ക് വരേണ്ടത്, അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. ജോലിയാണോ നിങ്ങൾക്ക് വേണ്ടത്? ഏത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടാകണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, എത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്, ക്ലിയർ ഇൻറ്റൻഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഫെയ്ത്ത് ആൻഡ് സറണ്ടർ. നമ്മളൊരു കാര്യം ദൈവത്തോട് അറിയിച്ചു കഴിഞ്ഞാൽ അതിനെ ദൈവത്തിന് തന്നെ സമർപ്പിക്കുക. എൻ്റെ ആവശ്യം, എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം ഇതാണ് എന്ന് ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും ചിന്തിച്ചിരിക്കാതെ അത് ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുക. അതിൻ്റേതായിട്ടുള്ള ഡിവൈൻ ടൈമിങ്ങിൽ അത് തീർച്ചയായും സംഭവിച്ചിരിക്കും. നമ്മളിപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു, പല ടെക്നിക്കും യൂസ് ചെയ്തു, എന്തുകൊണ്ട് എൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരിക്കലും അത് നടക്കില്ല. നമ്മളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ സമയമുണ്ട്. ആ സമയത്തിനെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം. ഉദാഹരണമായി ഞാനൊരു കാര്യം പറയാം. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ആദ്യം വിത്ത് വിതയ്ക്കും. വിത്ത് വിതച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്കതിൻ്റെ ഫലം ലഭിക്കില്ല. അതിന് അതിൻ്റേതായ സമയമുണ്ട്. ആ സമയമെടുത്ത് തന്നെയാണ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുക. അതുപോലെ തന്നെയാണ് മാനിഫെസ്റ്റേഷനും. അതിന് ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. മൂന്നാമത്തെ കാര്യം ഫീലിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷനിൽ. ആഗ്രഹം നിറവേറുന്ന പോലെയുള്ള ആ അനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണം. ഒരു ജോലിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എങ്കിൽ ആ ജോലി ലഭിച്ചതുപോലെയുള്ള ഫീലിങ്സിൽ തന്നെ വേണം നിങ്ങളിരിക്കാൻ. എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത്, നിങ്ങളൊരു അഡ്വക്കേറ്റ് ആകാനാണ് ആഗ്രഹിച്ചത് എങ്കിൽ ഒരു അഡ്വക്കേറ്റിൻ്റെ മനോഭാവത്തിൽ തന്നെയായിരിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, ഒരു നല്ല റിലേഷൻഷിപ്പാണോ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ എപ്പോഴേ ഫീൽ ചെയ്യാൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ അത് മാനിഫെസ്റ്റ് ആവുകയുള്ളൂ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ക്ലിയർ ഇൻറ്റൻഷൻ, കൃത്യമായ ധാരണ. രണ്ടാമത്തെ കാര്യം സറണ്ടർ. മൂന്നാമത്തെ കാര്യം ഫീലിങ്സ്. ഈ 3 കാര്യങ്ങളും നമ്മൾ പ്രെയർ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പ്രെയർ ഒരിക്കലും ബെഗ് ചെയ്യലല്ല.
എനിക്കത് നടത്തി തരുമോ, എനിക്കത് സാധിപ്പിച്ചു തരുമോ, ഒരിക്കലും നമ്മൾ ബെഗ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക. നമുക്ക് 10th ആണ് യോഗ്യതയെങ്കിൽ ഒരിക്കലും ഒരു ഉയർന്ന ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ അത് കിട്ടാനുള്ള യോഗ്യത, അത് ലഭിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടാൻ യോഗ്യതയുണ്ട് എന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ആ യോഗ്യത നിങ്ങൾ ഉറപ്പിക്കണം. നമുക്ക് യോഗ്യതയുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഒരിക്കലും ബെഗ് ചെയ്യില്ല, നമ്മളൊരിക്കലും ഭിക്ഷ യാചിക്കുന്ന പോലെ നിൽക്കില്ല. എനിക്കതിന് യോഗ്യതയുണ്ട്, ഞാനതിന് അർഹനാണ്, അപ്പോൾ എനിക്കത് ലഭിച്ചിരിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് നിങ്ങളിൽ വേണ്ടത്. അത് നിങ്ങൾക്ക് ലഭിച്ചതായുള്ള ഫീലിങ്സിലും നിങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കണം. ഇനി പ്രെയർ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. നിങ്ങൾക്കിത് ചെയ്യാവുന്ന രീതി, ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യം തന്നെ ശാന്തമായൊരു സ്ഥലം തിരഞ്ഞെടുക്കുക. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ ഒരു സിനിമ പോലെ കാണുക. നിങ്ങളൊരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പാർട്ട്ണറുടെ ഒപ്പം ചിലവഴിക്കുന്ന നല്ല നിമിഷങ്ങൾ, ആ പാർട്ട്ണറുമായുള്ള പെരുമാറ്റം, നിങ്ങൾ എത്തരത്തിലുള്ളൊരു പാർട്ട്ണറെയാണ്, എത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിൽ കാണുക. അല്ലെങ്കിൽ ഒരു വീടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും നിങ്ങൾ മനസ്സിൽ കാണുക. ഓരോ മുറികളും ഓരോ കാര്യങ്ങളും ആ വീടിനെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് തന്നെ നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. സ്റ്റെപ്പ് 3, ദൈവത്തോട് ഹൃദയസ്പർശിയായ പ്രാർത്ഥന. അതായത്, ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഈ അനുഭവം വരട്ടെ, ഞാൻ അതിനായി, അത് സ്വീകരിക്കാനായി തയ്യാറാണ് എന്ന് അറിയിക്കുക. നമ്മളെപ്പോഴാണോ നമ്മുടെ സ്വപ്നങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നത്, ആ സമയത്താണ് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി നമ്മിലേക്ക് വരുന്നത്. നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടാകണം, ഞാനിപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറാണ്, മാനസികമായും ശാരീരികമായും അത് സ്വീകരിക്കാൻ ഞാൻ പ്രാപ്തനാണ് അല്ലെങ്കിൽ തയ്യാറാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് നിങ്ങൾ ദൈവത്തെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ അറിയിക്കണം. നാലാമത്തെ സ്റ്റെപ്പ്, നന്ദി പറയണം. നിങ്ങൾക്ക് അത് അനുഭവത്തിൽ വന്നതിന്, നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സംഭവിച്ചു കഴിഞ്ഞതിന്. എപ്പോഴും മാനിഫെസ്റ്റേഷൻ പ്രസൻറ്റ് ടെൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ജോലി ലഭിച്ചു, എനിക്ക് ആ വീട് ലഭിച്ചു, അല്ലെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പ് ലഭിച്ചു, അതിന് നന്ദി പറയണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് ആവർത്തിച്ച് പറയണം. സ്റ്റെപ്പ് 5, ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം. നമ്മൾ ദൈവത്തോട് നമ്മുടെ പ്രാർത്ഥന അറിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രാർത്ഥനയെക്കുറിച്ച് എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. ദൈവം അത് നടത്തി തരുമോ, ഇതൊന്നും ചിന്തിക്കരുത്. നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഇനി അത് ദൈവം നോക്കിക്കോളും അല്ലെങ്കിൽ പ്രപഞ്ചശക്തി നോക്കിക്കോളും എന്നൊരു ഉറച്ച വിശ്വാസം നമ്മളിൽ വരണം. എവിടെയാണോ വിശ്വാസമുള്ളത് അവിടെയാണ് ആ ശക്തി പ്രവർത്തിക്കുകയുള്ളൂ. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഇനി നമ്മൾ ചെയ്യുന്ന ഈ പ്രെയർ മാനിഫെസ്റ്റേഷൻ്റെ ഊർജം എങ്ങനെ നമുക്ക് ഉയർത്താം എന്ന് നോക്കാം. പ്രെയർ മാനിഫെസ്റ്റേഷൻ ഫലപ്രദമാക്കാൻ നിങ്ങളുടെ ഊർജം ഉച്ചത്തിൽ, അതായത് ഹയർ ലെവലിലായിരിക്കണം. അതിനായി നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ കാര്യം ആത്മാർത്ഥത. നിങ്ങളുടെ പ്രെയറിൽ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ, നിങ്ങളുടെ സെൽഫിൽ തന്നെ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം സമ്പൂർണ്ണ വിശ്വാസം. ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യത്തിനും
ദൈവത്തിനും അല്ലെങ്കിൽ പ്രപഞ്ചശക്തിക്കും, ഏത് ശക്തിയെയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ശക്തിയോടുള്ള പൂർണ്ണമായ വിശ്വാസം അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ശുദ്ധ മനസ്സും ഇൻറ്റൻഷനും ഉണ്ടായിരിക്കണം. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമേ ഉണ്ടാവാൻ പാടുകയുള്ളൂ. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ. ദേഷ്യം, വൈരാഗ്യം, ഇത്തരം കാര്യങ്ങൾ, അസൂയ, ഇതൊന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. എല്ലായ്പ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക. കൃതജ്ഞത എപ്പോഴും നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കുക. എനിക്ക് ലഭിച്ച കാര്യത്തിന് നന്ദിയുള്ളവരായിക്കൊണ്ടിരിക്കുക. എവിടെയാണോ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുന്നത് അവിടെ നമുക്ക് കൂടുതൽ സമൃദ്ധി വന്നുകൊണ്ടേയിരിക്കും. പലപ്പോഴും നിങ്ങൾ പറഞ്ഞത് സംഭവിക്കാത്തത് ദൈവം വലിയൊരു കരുണയായി ചെയ്യുന്നതായിരിക്കും. അതിനാൽ പ്രതിഫലം എത്രയും മനോഹരമാകുമെന്ന് വിശ്വസിക്കുക. ഇനി നിങ്ങൾ എപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചെറിയ പ്രാർത്ഥന പോലെ ഇത് ദൈവത്തോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് പറയുക. എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹങ്ങൾ നീ അറിയുന്നു. ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ്. നിൻ്റെ സമയത്തും നിൻ്റെ രീതിയിലും അതെൻ്റെ ജീവിതത്തിലേക്ക് വരട്ടെ. എൻ്റെ വിശ്വാസം ഒട്ടും മാറ്റമില്ലാതെ എന്നും നിലനിൽക്കട്ടെ. നന്ദി, നന്ദി, നന്ദി. പ്രയർ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും മാറ്റം കൊണ്ടുവരും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക് യു.